ഹായ്, നമ്മ എല്ലാരും പെർഫ്യൂം ഉപയോഗിക്കുന്നവരല്ലേ. സാധാരണ എന്താ ചെയ്യാ, പെർഫ്യൂം ഉപയോഗിച്ച് കഴിഞ്ഞാല് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ബോട്ടിൽ വലിച്ചെറിയും, അല്ലെങ്കിൽ ഒതുക്കി പറക്കി വെക്കുന്നവർ അങ്ങനെ ചെയ്യും. എങ്ങനെയായാലും അതൊരു ബാധ്യതയാണല്ലേ. കുപ്പിയാണ്. ഒന്നാമത് കുപ്പി നമുക്ക് സാധാരണ ആഗ്രഹക്കടക്കാർ കുപ്പി എടുക്കലുമില്ല. അപ്പൊ അതൊരു ബാധ്യത ആവാതിരിക്കാനും നമുക്കൊരു ഉപകാരം ആവാതിരിക്കാനും ഒരു ടിപ്പാണ് അതിനകത്ത് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ പെർഫ്യൂം ബോട്ടില് എല്ലാവരും എവിടെയും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പൊടി തട്ടി അത് ക്ലീൻ ആക്കി അതിന്റെ ചളിയൊക്കെ കളഞ്ഞ് എടുത്തു കൊണ്ടുവന്നു കേട്ടോ. ഞാനൊരു ടിപ്പ് കാണിച്ചു തരാം. ഞാനൊരു മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. ഉപ്പും പുളി എരിവൊക്കെ കൂട്ടുന്ന നാവല്ലേ, പറയുമ്പോ പഴിച്ചു പോയതാണ്. നമുക്ക് ഉപകാരം ആവാതിരിക്കാനുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് നേരത്തെ സംസാരിച്ചത്. അങ്ങനെയല്ല, ആ ബോട്ടിൽ നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുത്താം എന്ന് ഞാൻ തിരുത്തി പറഞ്ഞിരിക്കുന്നു. ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കണ്ട, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മൂലക്കിട്ടിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ കുറച്ച് ബോട്ടിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ടിൽ എടുക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിലും എല്ലാം ചെയ്ത് വെക്കണം. അതായത് ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, അപ്പൊ ഈ ബോട്ടിലൊക്കെ ചെയ്യണം. ഇതിൻ്റെയൊക്കെ അടപ്പ് ഞാൻ എടുത്തതാട്ടാ. ഇങ്ങനെ ഇതിന് ഞാൻ കാണിച്ചു തരാം. പെർഫ്യൂം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ബോട്ടിൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കാണുമല്ലോ. ഈ സാധനം കുറച്ച് കട്ടിയിലെ കത്രികയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മൂർച്ചയില്ലെന്നെങ്കിൽ നമ്മളെ കയ്യിലൊരു ഉപകരണം ഉണ്ട്, അതിനോണ്ട് കുത്തിയാൽ ഇത് അടർന്ന് വരും. ഞാൻ അത് കാണിച്ചു തരാം. ഏതായാലും ഇത് ക്ലീൻ ആക്കിയാൽ, ഇത് പൊട്ടിച്ചെടുത്തതിന് ശേഷം ക്ലീൻ ആക്കാം കുപ്പി. ആ ഒരു അതായത് ഇപ്പോഴത്തെ കത്രിക കൊണ്ട് കുറച്ച് ഇത് പാടാണ്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇതാ ഒരു സ്ക്രൂ ഡ്രൈവർ കണ്ട, ഇത് ഇതിൻ്റെ വക്ക് ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതും കൊണ്ട് വന്നിട്ട് ഇതിലേക്ക് ഇട്ടു. കുറച്ചൊന്ന് കണ്ടോ, കുറച്ച് പാടുണ്ട്. ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത് കിട്ടി. ഓക്കെ, അടുത്തത് ഇതാണ് കിട്ടാണ്ടത്. ഫോൺ ഷെയ്ക്കാവുന്നു. എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയി നേരത്തെ താഴെ വീണിട്ട്. എല്ലാവരും ക്ഷമിക്കുക. ഇങ്ങനെ കുത്തിയെടുക്കുക. ഓക്കെ, അപ്പോ ആ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഈ ഒരു സംഭവം കിട്ടല് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ എന്റെ കയ്യിൽ ഈ ഒരു, ഞാൻ ശരിക്കും കോമ്പസ് തപ്പി ഇറങ്ങിയതാണ്. രണ്ടാളെ ബോക്സിലും കോമ്പസ് കാണുന്നില്ല. അപ്പൊ ഞാൻ ഇതെടുത്തു. കോമ്പസ് ആണ് ഇത് എടുക്കാൻ എളുപ്പട്ടോ. ഇത് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ സാധനം നമുക്ക് ഇവിടുന്ന് ഇളക്കി കിട്ടും. മറ്റൊന്ന് ഞാൻ എങ്ങനെ പൊളിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഒരാളെ ഐഡിയ ആണൊക്കെ. കയ്യിലുള്ള ടൂൾ എന്താണോ ഏതാണോ അതാണെങ്കിൽ ഇരിക്കും കിട്ടുന്ന സംഭവം. അതായത് റിസൾട്ട് എത്ര പെട്ടെന്ന് കിട്ടും എന്നുള്ളത്. ഇത് കണ്ടല്ലോ, ഈ സാധനം കുപ്പി പൊട്ടാതെ സൂക്ഷിക്കണേ. ഇത് കണ്ടിട്ട് ഇനിയിപ്പോ ചെറിയ മക്കളൊന്നും ഏടാ കൊടുത്തിട്ടൊന്നും പോയിട്ട് വീഴാൻ പാടില്ല. ഇത് കൈയാറ്റം മുറിഞ്ഞിട്ട് ഗുലുമാലാക്കി വെക്കരുത്, അത്രേ പറയാനുള്ളൂ. സാധനം ചിലപ്പോൾ വേഗം കിട്ടും. അതാ ഞാൻ പറഞ്ഞു, നമ്മളെ കയ്യിലുള്ള ടൂള് കണക്കിരിക്കും ഇതിന്റെ അവസ്ഥ. ഫോണും കുലിക്കുന്നുണ്ട്. ട്രൈപോഡ് പൊട്ടിയതുകൊണ്ട് ഒരു നിവർത്തിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മെല്ലെ 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 ഇളക്കി എടുക്കാം കേട്ടോ. ഇളക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാ അവസാനം നമുക്കിത് മെല്ലെ ഇളക്കി കിട്ടിക്കണ്ട. ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെയാണ് ഞാൻ മെല്ലെ തോണ്ടി 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 വലിച്ചത്. അപ്പൊ അത് കണ്ട ഊരി വരുന്നുണ്ട്. ഇത് കണക്കെ തന്നെ കോമ്പസ് ആയിരിക്കും ഇത് കിട്ടാൻ എളുപ്പം, ഞാൻ പറഞ്ഞു. അപ്പൊ കണ്ട, ഇതും കൂടെ നമുക്ക് കിട്ടിപ്പോച്ച് കൊടുത്തു. ഇതാ അങ്ങനെ ഇനി നമുക്ക് ഈ കുപ്പി ക്ലീൻ ചെയ്തെടുക്കാം, കഴുകിയെടുക്കാം കേട്ടോ. അതിന്റെ പുറത്ത് പെയിന്റ് ഉണ്ട്. അപ്പൊ പെയിന്റും എല്ലാം അടർത്തി കുപ്പി നല്ല സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുവരാം നമുക്ക് കേട്ടോ. അപ്പൊ അത് പെയിന്റ് കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് അങ്ങനെ ശരിക്കും പോയിട്ടില്ല കേട്ടോ. എന്താ ഇങ്ങനെയാണ് കുപ്പി കൊണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ, ഇനി ഇതിൽ വെള്ളം നിറച്ചുകൊണ്ടുവരിക. ഓക്കെ, അപ്പൊ അതാ ഞാൻ വെള്ളം നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ
കണ്ടല്ലോ, പല തരത്തിലുള്ള ബോട്ടിൽ നമുക്ക് കിട്ടും പെർഫ്യൂമിന്റെ, പല ഷേപ്പിൽ. നല്ല രസമാട്ടോ പലതിന്റെ ഷേപ്പ് കാണാൻ വേണ്ടി. അപ്പോ അടുത്ത പരിപാടിയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇതിന്ന് ഒരു കഷ്ണം മണി പ്ലാന്റ് കട്ട് ചെയ്യാം. ഞാൻ എന്തായാലും കട്ട് ചെയ്യുന്നില്ല, ഞാൻ ഇതിന്ന് കട്ട് ചെയ്യാൻ പോകുന്നു. കണ്ടല്ലോ, അപ്പൊ ഇതിന്ന് ഒരു കഷ്ണം കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടി. കഷ്ണം ഞാൻ കട്ട് ചെയ്തത് കണ്ടോ. ബോട്ടിൽ കൊണ്ടുവച്ചു. നെക്സ്റ്റ് പരിപാടി നമ്മൾ മണി പ്ലാന്റിന് ഇതിന്റെ അകത്തേക്ക് അങ്ങോട്ട് വിട്ടോളുക. ഇനി ഒന്നും കൂടെ വെക്കാനുണ്ട്. ഞാൻ 2 പൊട്ടിച്ചിനല്ല, അതും കൂടെ നമുക്ക് വെക്കാം. ഇതിന് ഇതിന്റെ അടിയിൽ വേര് വരും, അപ്പോഴാണ് നല്ല രസം കാണാൻ വേണ്ടി. ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്ന് കൂടെ കേട്ടോ. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താക്കി വെക്കുക കേട്ടോ. അപ്പം ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം, എങ്ങനെ പ്ലേസ് ചെയ്യണം, എവിടെ പ്ലേസ് ചെയ്യണം, എന്താ അതിന്റെ ഭംഗി എന്നൊക്കെ. ബാ, അപ്പൊ നമുക്ക് ഇവനെ ഇവിടെ വെക്കാം. കണ്ടല്ലോ, ഇത് കണ്ട, ഞാൻ ഒരുപോലത്തെ ബോട്ടിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഞാൻ കുറേ മുന്നേ വെച്ചതാണ്. അപ്പൊ ഇതിന്റെ വേര് ഇങ്ങനെ ഇറങ്ങി വരും, നല്ല ഭംഗിയാന്ന് കാണാൻ വേണ്ടിട്ട്. ഇതാ കണ്ട, ഇങ്ങനെ നിറച്ച് വേര് വരുമ്പോ അടിയിൽ നല്ല രസമാണ് കാണാൻ വേണ്ടി. അപ്പൊ ഞാൻ ഏകദേശം നല്ല സെയിം ആയിട്ടുള്ള ബോട്ടിൽ തന്നെയാണ് ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത്. പെയിന്റ് അടിച്ചിട്ട് വേണം നമുക്ക് അങ്ങനെ നല്ല ഭംഗിയാക്കാട്ടോ. ഇതിപ്പോ എനിക്ക് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ അടുക്കള ഭാഗത്ത് എന്റെ ജനലിന്റെ സൈഡിലാന്ന് വെച്ചിട്ടില്ല. അപ്പൊ എനിക്ക് അടുക്കളയിൽ നിന്ന് പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷമാണ്. ഈ ചെടിപ്രാന്തുള്ളവർക്ക് അത് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാല് പ്ലാന്റ് പോട്ട് വാങ്ങിയിട്ട് നമുക്ക് പൈസ കളയാൻ വേണ്ട, കുപ്പി കൊണ്ടുപോയി വെറുതെ കളഞ്ഞിട്ട് വെറുതെ നമുക്കൊരു തറ എന്ന് പറഞ്ഞിട്ട് ഇടങ്ങേറാക്കിയും വേണ്ട. ഈ ഇങ്ങനെ പെർഫ്യൂമിന്റെ ബോട്ടിൽ നമുക്ക് ഇത് കണക്ക് ഉപയോഗിക്കാം. എന്താ ഭംഗി നോക്കിയേ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ പടർത്തി നമുക്ക് മുകളിലേക്ക് വിടാം. പടർത്താൻ താല്പര്യമുള്ളവർക്ക് കട്ട് ചെയ്ത് കൊടുക്കാണ്ട് പടർത്തി വിട്ടാൽ നല്ല ഭംഗിയായിട്ട് വരും. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമന്റും തരാൻ ആരും മറക്കരുത്. ഞാൻ എപ്പോഴും പറയലുണ്ട്, എന്തോ അറിയില്ല, എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെയിന്റ് അടിച്ചിട്ട് ഞാൻ ഒരു ബോട്ടിൽ മുന്നേ ചെയ്ത്, എനിക്ക് അതൊരു പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, പക്ഷെ കളയാൻ മനസ്സിലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പൊ അതിൽ ഞാൻ മണി പ്ലാന്റ് വെച്ചു. കണ്ടു, ആ ഒരു പച്ചപ്പ് കണ്ണിന് തരുന്ന കുളിർമയും മനസ്സിന് തരുന്ന കുളിർമയും ഒന്നും നമ്മൾ എത്ര പൈസ കൊടുത്താലും കിട്ടൂല മക്കളെ. ചെടി എന്ന് പറഞ്ഞാൽ അത്ര ഹാപ്പിനെസ് തരുന്ന സംഭവമാണ്, ഇഷ്ടമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് ജനല് തുറക്കുമ്പോൾ ഈ ചെടീനെ പച്ചപ്പ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും വണക്കം. ബൈ അച്ചു.